നമ്മുടെ രാജ്യത്തിന്റെ സോക്കോൾഡ് രാജ്യസ്നേഹികൾ ഇവിടെ ഉണർന്നോ? ഉണ്ടാവൂല. കാരണം ഇവിടെ ആരും പ്രത്യേകിച്ച് മതത്തിനെ പറ്റിയിട്ടോ ദൈവങ്ങളെ പറ്റിയിട്ടൊന്നുമല്ലല്ലോ സംസാരിക്കാൻ. സോനം വാച്ചുകനെ കുറെ പേര് കഷ്ടപ്പെട്ട് ആന്റി നാഷണലിസ്റ്റും ചൈനീസും പാകിസ്ഥാനി വരെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈസ് എൻ ഇന്ത്യൻ എഞ്ചിനീയർ, എഡ്യൂക്കേഷൻ റീഫോമർ, റിനോവേറ്റർ ആൻഡ് എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ഫ്രം ലഡാക്ക്. ഹങ്കർ സ്ട്രൈക്ക് ചെയ്യുകയാണ് അയാൾ 24 ദിവസമായിട്ട്. ഹങ്കർ സ്ട്രൈക്ക് എന്നു മുതലാണ് നമ്മുടെ രാജ്യത്ത് ഒരു ക്രിമിനൽ കുറ്റമായി മാറിയത്. കാരണം അയാളെ കഷ്ടപ്പെട്ട് പോലീസ് പിടിച്ചു മാറ്റാൻ കണ്ടേ. ഇന്ത്യയുടെ യൂത്തിനെ കോക്രോച്ചസ് ആയി ഇന്ത്യയിൽ ഇത്രയധികം കോക്രോച്ചസ് ഉണ്ട് എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവൂല അല്ലെ? ഒരു പേപ്പർ ലീക്കിങ്ങിനെ പറ്റി മാത്രമല്ല ഇവിടെ സംസാരിക്കാറുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് കേട്ടോണ്ടിരിക്കുന്ന സംഭവമായി മാറിക്കഴിഞ്ഞു. ഈവൻ കേരളത്തിൽ പോലും കഴിഞ്ഞ ദിവസം ഒരു PSC എക്സാമിന് പേപ്പർ ലീക്ക് ഉണ്ടായി. ഈ PSC, NEET ഇത്യാദി എക്സാംസ് ഒക്കെ ഒരു വട്ടയിലും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ പിന്നിലുള്ള സ്ട്രഗിൾസ്. ഇവൻ NEET എക്സാമിനെ പറ്റി നോക്കുകയാണെങ്കിൽ തന്നെ ഇവൻ അതിന്റെ എക്സാം ഹോളിലേക്ക് നമുക്ക് കയറണമെങ്കിൽ തന്നെ ഇവൻ ആ എക്സാം സെന്ററിലുള്ള ഒരു ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ ഡ്രസ്സിൽ ഇവൻ ഒരു സീക്വൻസ്, ഒരു ബട്ടൺ പോലും ഉണ്ടാകാൻ പാടില്ല. അത് വരെ അവർ റിമൂവ് ചെയ്യും. ഇന്നേഴ്സ് വരെ ചെക്ക് ചെയ്തിട്ടാണ് അവർ അകത്തേക്ക് കയറ്റേണ്ടത്. ആൻഡ് അതിന്റെ പകുതി സെക്യൂരിറ്റി വെച്ചാൽ ആ പേപ്പർ ഒന്നും എത്തിക്കാൻ പറ്റില്ല. സംഘി പോസ്റ്റിംഗ് ലൈക്ക് ഇതിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാനാ? ഗവൺമെന്റ് ആ എക്സാം ക്യാൻസൽ ചെയ്തു, എക്സാം റീകണ്ടക്ട് ചെയ്തു, CBI അന്വേഷണം വെച്ചു. ഇതുപോലെ ഇത് മതിയോ? 20ലധികം വിദ്യാർത്ഥികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ആർ ദ ഫ്യൂച്ചർ ഓഫ് ദെയർ ഫാമിലി. ആ വിദ്യാർത്ഥികൾ ആശ്രയിച്ചായിരിക്കണം ആ കുടുംബം കഴിയേണ്ടിയിരുന്നത്. അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് സംസാരിച്ചു? 20 വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ജസ്റ്റ് റിപ്പോർട്ടഡ് കേസസ് ആണ്. ഈ റിപ്പോർട്ടഡ് അല്ലാത്ത എത്ര കേസസ് ഉണ്ടാവും? ആൻഡ് എത്ര പിള്ളേർ മെന്റൽ ട്രോമയിലായിട്ടുണ്ടാവും? ആൻഡ് അതിനെ പറ്റിയിട്ട് എന്ത് സംസാരിക്കരുത് നിങ്ങളാരും? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? കാരണം ഇതുവരെ അദ്ദേഹം ഈ പ്രശ്നത്തെ പറ്റി വാ തുറന്നിട്ടേയില്ല. ഇനി നമ്മുടെ മോദിജി പോലും. ഞാൻ മുന്നേ പറഞ്ഞ സംഘപുത്രനില്ലേ, ഹീസ് ഓൾസോ ലൈക്ക് എല്ലാരും പോലീസിനെയാണ് ആക്രമിക്കണത്. പോലീസിന്റെ വാഹനങ്ങള്, പൊതുമുതൽ ഇതൊക്കെയാണ് നശിപ്പിക്കുന്നത്. പോലീസ് നെയിം ബാഡ്ജ് പോലും ഇല്ല, മര്യാദയ്ക്ക് ഒരു യൂണിഫോം ഇല്ല. കുറെ ഗുണ്ടകളെ അഴിച്ചുവിട്ടിട്ട് പോലീസാന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഭാവിയെ ആണ് അവർ തല്ലിക്കെട്ടാൻ ശ്രമിക്കുന്നത്. അത് നോക്കിയിട്ട് നിങ്ങൾ ഇനിയും മിണ്ടാതിരിക്കുകയാണോ?